അടുത്ത ട്രിഗണോമെട്രിയുടെ അടുത്ത ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ ആംഗിൾസ്. ഇതിപ്പം 6ാമത്തെ വീഡിയോ ആണ്. ഈ മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫോമുല കാണാതെ പഠിച്ചാൽ മാത്രമേ മൾട്ടിപ്പിൾ ആംഗിൾസിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റൂ. ആദ്യം sin 2a മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറയാൻ കാരണം ഇവിടെ sin a അല്ല, sin 2a ആണ്. എ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ sin 2aയുടെ ഫോമുല ആദ്യം പഠിക്കണം. ആ ഫോമുല ഇതാണ്: 2 sin a cos a. രണ്ട് ഫോമുലയുണ്ട്. ആദ്യത്തെ ഫോമുല 2 sin a cos a, രണ്ടാമത്തെ ഫോമുല 2 tan a by 1 plus tan squared a. ഇതാണ് ആദ്യത്തെ സെറ്റ്. sin 2a എന്ന് പറഞ്ഞാൽ 2 sin a cos a. ഇത് കാണാതെ പഠിച്ചേ പറ്റൂ, വേറെ മാർഗമൊന്നുമില്ല. അതുപോലെ 2 tan a by 1 plus tan squared a. cos 2aക്ക് 4 ഫോമുലയാണ് ഉള്ളത്. ഫസ്റ്റ് ഫോമുല cos squared a മൈനസ് sin squared a. രണ്ടാമത്തെ ഫോമുല 2 cos squared a മൈനസ് 1. മൂന്നാമത്തെ ഫോമുല 1 മൈനസ് 2 sin squared a. നാലാമത്തെ ഫോമുല 1 മൈനസ് tan squared a by 1 plus tan squared a. അപ്പോൾ അങ്ങനെ 4 ഫോമുലയും നിങ്ങൾ കാണാതെ പഠിക്കണം cos 2aയുടെ. അടുത്ത tan 2a ഒറ്റ ഫോമുലയേ ഉള്ളൂ. അതിതാണ് 2 tan a by 1 മൈനസ് tan squared a. ഇത് തിരിഞ്ഞു വരുന്നത് 2 tan a by 1 plus tan squared a എന്ന് പറഞ്ഞാൽ sin 2a ആണ്. tan 2a വരുമ്പോൾ 2 tan a by 1 മൈനസ് tan squared a എന്നാണ് വരുന്നത്. ഇനി tan aയുടെ വാല്യൂ, tan a കണ്ടുപിടിക്കാനുള്ള ഫോമുല റൂട്ട് ഓഫ് 1 മൈനസ് cos 2a by 1 പ്ലസ് cos 2a. അപ്പം sin 2a cos 2a tan 2a കഴിഞ്ഞു. tan aയും കൂടെ പ്രോബ്ലത്തിൽ ചില സമയത്ത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് tan aയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അതാണ് tan aയുടെ ഫോമുലയും കൂടെ എഴുതിയിരിക്കുന്നത്. അടുത്ത sin 3a, അത് മൾട്ടിപ്പിൾ ആംഗിളാണ്. എ എന്നുള്ള ആംഗിളിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ sin 3a എന്ന് പറഞ്ഞാൽ 3 sin a മൈനസ് 4 sin cube a. cos 3a എന്ന് പറഞ്ഞാൽ 4 cos cube a മൈനസ് 3 cos a. അപ്പോൾ ഇത്രയും ഫോമുല നിങ്ങൾ കാണാതെ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്തത് ഈ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 3 sin 15 മൈനസ് 4 sin cube 15ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 3 sin a, ഇപ്പോൾ ഇതിന് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ 15 വരെ എ കൊടുത്താൽ 3 sin a മൈനസ് 4 sin cube എന്ന് കിട്ടും. 3 sin a മൈനസ് 4 sin cube എന്ന് പറഞ്ഞാൽ sin 3a ആണ്. sin 3a, ഇവിടെ എയുടെ സ്ഥാനത്ത് 15 ആണ്. അപ്പോൾ sin 3 × 15 sin 45 ഡിഗ്രി. sin 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിന് എ എന്ന് കൊടുത്താൽ 4 cos cube a, ഇത് 15 വരെ എ കൊടുത്താൽ 4 cos cube a മൈനസ് 3 cos a എന്ന് നമുക്ക് വായിക്കാം. 4 cos cube a മൈനസ് 3 cos a എന്ന് പറഞ്ഞാൽ cos 3a ആണ്. അപ്പോൾ ആൻസർ cos 3 × 15. എക്ക് വരെ 15 cos 3a. cos 45 എന്ന് വരും. 3 × 15 45 ആണ്. cos 45 എന്ന് പറഞ്ഞാൽ 1/√2. അപ്പോൾ എക്ക് 15 കൊടുക്കുമ്പോൾ sin 3aയും cos 3aയും സെയിം ആയിരിക്കും. അപ്പോൾ cos 3aയും sin 3aയും സെയിം ആവുന്നത് ആംഗിൾ a = 15 ഡിഗ്രി എന്ന് വരുമ്പോഴാണ്. അടുത്ത ഒരു പ്രോബ്ലമാണ്. ഇഫ് sin θ = സ്മോൾ a. sin തീറ്റയുടെ വില തന്നിട്ടുണ്ട്, അത് സ്മോൾ a ആണ്. അങ്ങനെയാണെങ്കിൽ sin 3θയുടെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ sin 3θ, അതായത് sin 3യുടെ ഫോമുല നമുക്കറിയാം. ആ ഫോമുല ആദ്യം എഴുതണം. അതായത് sin 3θയുടെ ഫോമുല ഇതാണ്. sin 3θയുടെ ഫോമുല 3 sin θ മൈനസ് 4 sin ക്യൂബ് θ. sin തീറ്റയുടെ വാല്യൂ സ്മോൾ a ആണെന്ന് അറിയാം. അപ്പോൾ sin തീറ്റയ്ക്ക് വരെ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. sin തീറ്റയ്ക്ക് വരെ a കൊടുക്കുമ്പോൾ 3a മൈനസ് 4 × sin തീറ്റയ്ക്ക് a. അപ്പോൾ sin ക്യൂബ് θ എന്ന് പറഞ്ഞാൽ a ക്യൂബ്. അപ്പോൾ 3a മൈനസ് 4a ക്യൂബ് ആണ് എൻ്റെ ആൻസർ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പഴയ സിലബസിൽ. ഈ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലമാണ്. അതായത് sin 3x by x sin x മൈനസ് cos 3x by cos x = 2 എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ന്യൂമറേറ്ററിൽ sin 3x ആണ്. sin 3xന് ഫോമുലയുണ്ട്, ആ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. sin 3xൻ്റെ ഫോമുല 3 sin x മൈനസ് 4 sin cube x എന്നാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ 3 sin x മൈനസ് 4 sin cube x എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ sin x തന്നെയാണ്. അടുത്ത ഇവിടെ cos 3x ആണ്. അപ്പോൾ cos 3xൻ്റെ ഫോമുല നമുക്കറിയാം. ആ ഫോമുല എന്ന് പറയുന്നത് 4 cos cube x മൈനസ് 3 cos x ആണ്. അതങ്ങോട്ട് എഴുതി.
ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ന്യൂമറേറ്ററിൽ സൈൻ എക്സ് കോമൺ ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ സൈൻ എക്സ് പുറത്തെടുത്തു. സൈൻ എക്സ് ഇവിടെ നിന്ന് പുറത്ത് പോയാൽ ഇവിടെ 3 വരും. ഇവിടെ -4 ഇൻറ്റു 3 സൈൻ എക്സിൽ 1 സൈൻ എക്സ് പോയാൽ പിന്നെ 2 സൈൻ എക്സ്, അപ്പോൾ സൈൻ സ്ക്വയർഡ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. ഇവിടെ നോക്കിയാൽ അറിയാം കോസ് എക്സ് കോമൺ ആണെന്നറിയാം. അപ്പോൾ കോസ് എക്സിനെ പുറത്തെടുത്തു, എന്നിട്ടൊരു ബ്രാക്കറ്റ് കൊടുത്തു. ഇവിടെ 4 പിന്നെ 3 കോസ് എക്സിൽ 1 കോസ് എക്സ് പോയാൽ 2 കോസ് എക്സ്, അപ്പം കോസ് സ്ക്വയർഡ് എക്സ് മൈനസ് ഇവിടെ കോസ് എക്സ് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ 3. ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഡിവൈഡഡ് ബൈ കോസ് എക്സ്. ഈ സൈൻ എക്സും വെട്ടിപ്പോവും, ഈ കോസ് എക്സും വെട്ടിപ്പോവും. അപ്പോൾ ഈ സൈൻ എക്സും വെട്ടിപ്പോയാൽ പിന്നെ ബാക്കിയുള്ളത് 3 - 4 സൈൻ സ്ക്വയർഡ് എക്സ്. അതങ്ങോട്ട് എഴുതി. ഇവിടെ മൈനസാണ്, ആ മൈനസ് എഴുതി. ബ്രാക്കറ്റിൽ ഈ കോസ് എക്സ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ 4 കോസ് സ്ക്വയർഡ് എക്സ് -3 എന്ന് എഴുതാം. ഇനി ഇവിടെ മൈനസ് ആണ്, അപ്പോൾ +3 എന്ന് വരും. ഇത് +3 ആണ്, അപ്പോൾ 3 + 3 6 എന്ന് എഴുതി. ഇവിടെ -4 സൈൻ സ്ക്വയർഡ് എക്സ് ആണ്. ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇത് -4 കോസ് സ്ക്വയർഡ് എക്സ് എന്നാകും. അപ്പോൾ -4 സൈൻ സ്ക്വയർഡ് എക്സ് -4 കോസ് സ്ക്വയർഡ് എക്സ് മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് എന്നാണ്. സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 6 - 4 എന്ന് വരും, = 2 എന്ന് വരും. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കുക. നേരത്തെയുള്ള പ്രോബ്ലത്തിൽ മൈനസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയിരുന്നു, അപ്പോൾ 2 എന്നാണ് കിട്ടിയത്. ഇവിടെ പ്ലസ് വരുമ്പോൾ നമുക്ക് 4 cos 2x എന്ന് കിട്ടും. അതായത് അവിടെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഒരു 3 വെട്ടിപ്പോയിട്ട് 4 cos squared a minus 4 cos squared x minus 4 sin squared x എന്ന് വരും. 4 കോമൺ എടുക്കുമ്പോൾ cos squared x minus sin squared x എന്ന് കിട്ടും. cos squared x minus sin squared x എന്ന് പറയുന്നത് cos 2x ആണ്. അപ്പോൾ 4 cos 2x എന്ന് കിട്ടും. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്ത പ്രോബ്ലം, ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലമാണ്. പ്രൂവ് ദാറ്റ് 1 + cos 2a by sin 2a = cot a. ഇവിടെ നമുക്ക് cos 2a റിസൾട്ട് അറിയാം, sin 2a റിസൾട്ട് അറിയാം. cos 2aക്ക് 4 ഫോർമുലയാണുള്ളത്. അതിലേതാണ് ഇവിടെ കൊടുക്കേണ്ടത്? ഇവിടെ cos 2aക്ക് ഞാൻ 2 cos squared a - 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന് കാരണം ഈ 1ഉം -1ഉം കൂടെ ക്യാൻസൽ ആയിപ്പോൾ, അതുകൊണ്ടാണ്. ബാക്കി ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇങ്ങനൊരു ക്യാൻസലേഷൻ നടക്കില്ല, അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിപ്പോൾ. അപ്പോൾ cos 2aക്ക് പകരം 2 cos squared a - 1 എന്ന് എഴുതി. sin 2a ഫോർമുല ആദ്യത്തെ എഴുതി, 2 sin a cos a എന്ന് എഴുതി. ഇത്രയും മാത്രമാണ് ഇവിടെ ചെയ്തത്. ഇതിന് തന്നെ നല്ലൊരു മാർക്ക് കിട്ടും, ഇത്ര എഴുതിയാൽ തന്നെ. ഈ 1ഉം -1ഉം ക്യാൻസൽ ആയിപ്പോവും. പിന്നെ 2 cos squared a ഉണ്ട്, പിന്നെ താഴെ 2 sin a cos a ഉണ്ട്. ഈ 2ഉം 2ഉം വെട്ടിപ്പോവും. മേളിലത്തെ ഒരു കോസയും താഴത്തെ ഒരു കോസയും വെട്ടിപ്പോവും. പിന്നെ മേളിലൊരു കോസയെ താഴെ ഒരു കോസയെ, അപ്പം cos a / sin a. cos a / sin a എന്ന് പറഞ്ഞാൽ cot a ആണ് ആൻസർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് തിരിച്ചിടാം വേണമെങ്കിൽ പ്രോബ്ലം. sin 2a / 1 + cos 2a എന്ന് വരും. ആ സമയത്ത് അതിൻ്റെ ആൻസർ tan a എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ sin 2യുടെയും cos 2യുടെയും ഫോർമുല ഓർത്തിരുന്നാൽ മതി, എന്നിട്ട് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അടുത്ത പ്രോബ്ലം, പ്രൂവ് ദാറ്റ് cot a - tan a / cot a + tan a = cos 2a എന്ന് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊരു കോട്ട ഉണ്ട്, കോട്ടയ്ക്ക് പകരം cos a - sin a എന്ന് എഴുതാം. ഇതിന് പകരം cos a - sin a മൈനസ് tan aക്ക് പകരം sin a / cos a എന്ന് എഴുതാം. ദി ഹോൾ ഡിവൈഡഡ് ബൈ ഈ കോട്ടയ്ക്ക് പകരം cos a / sin a പ്ലസ് tan aക്ക് പകരം sin a / cos a. ഇനി ഫ്രാക്ഷൻ ആണ്, അപ്പോൾ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യണം. ഈ കോസയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cos squared a. ഇവിടെ മൈനസ് ആണ്, ആ മൈനസ് ഇവിടെ കൊടുക്കണം. എന്നിട്ട് ഈ സൈനയും മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ sin squared a എന്ന് കിട്ടും. അപ്പം cos squared a - sin squared a എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ sin a cos a എന്ന് കിട്ടും. ഇനി അടുത്ത് ഇവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ cos a × cos a cos squared a, ഇവിടെ പ്ലസ് ആണ്, sin a × sin a sin squared a ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, sin a cos a. ഈ sin a cos aയും ഈ sin a cos aയും വെട്ടിപ്പോവും. ഞാൻ അത് എഴുതുന്നില്ലെന്ന് വരച്ച് കാണിക്കുന്നില്ല. sin a cos aയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും, ഇത് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നുള്ളത് cos squared a - sin squared a. cos squared a - sin squared a എന്ന് പറഞ്ഞാൽ cos 2a ആണ്, അതാണ്ട് എഴുതി. പിന്നെ cos squared a + sin squared a. cos squared a + sin squared a എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ cos 2a / 1. cos 2a / 1 എന്ന് പറഞ്ഞാൽ cos 2a ആണ്. ഇതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന പ്രോബ്ലംസ്. അടുത്ത പ്രോബ്ലം, if tan theta = 2, find sin 2θ, cos 2θ, tan 2θ and tan theta. sin 2θ നമുക്ക് 2 tan theta / 1 + tan squared theta എന്ന് എഴുതാം. ഇതാണ് sin 2θയുടെ ഒരു ഫോർമുല. tan theta വില നമുക്ക് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 2 × 2 / 1 + 2 squared. tan thetaക്ക് പകരം 2 കൊടുത്തു, അപ്പോൾ 2 × 2 4 ഡിവൈഡ് ബൈ ഇത് 4 ആണ്, 2 squared. 4 + 1 5. ഇതിൻ്റെ ആൻസർ 4/5.
ഇനി കോസ് ടു തീറ്റ, ആദ്യം കോസ് ടു തീറ്റയുടെ ഫോമുല എഴുതണം. കോസ് ടു തീറ്റയുടെ ഫോമുല 1 മൈനസ് ടാൻ സ്ക്വയർഡ് തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർഡ് തീറ്റ. 4 ഫോമുലയുണ്ട്, 4ൽ ഒരു ഫോമുലയാണിത്. ഇത് എടുക്കാൻ കാരണം ടാൻ തീറ്റയുടെ വിലയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 2 സ്ക്വയർഡ്, ടാൻ തീറ്റ 2 ആണ്. 1 മൈനസ് 2 സ്ക്വയർഡ് ബൈ 1 പ്ലസ് 2 സ്ക്വയർഡ്. ഇത് 4 ആണ്. 1 മൈനസ് 4 ബൈ ഇത് 4, 1 പ്ലസ് 4. 1 മൈനസ് 4 മൈനസ് 3, 1 പ്ലസ് 4 5, അങ്ങനെ മൈനസ് 3 ബൈ 5 എന്ന് കിട്ടും. അടുത്ത ടാൻ 2 തീറ്റ കണ്ടുപിടിക്കണം. അതിന് ടാൻ 2 തീറ്റയുടെ ഫോമുല 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർഡ് തീറ്റ. ടാൻ തീറ്റ വാല്യൂ 2, അപ്പം 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 സ്ക്വയർഡ് is equal to 4 by minus 3. 1 minus 4 ആണ്, 1 minus 4 minus 3, 4 by minus 3 എന്ന് വരും. ഇനി നമുക്ക് ടാൻ തീറ്റയുടെ വിലയും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഫോമുല എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. അടുത്തത് ടാൻ തീറ്റയുടെ വില കണ്ടുപിടിക്കേണ്ടത്. ടാൻ തീറ്റയുടെ ഫോമുല റൂട്ട് ഓഫ് 1 മൈനസ് കോസ് ടു തീറ്റ ബൈ 1 പ്ലസ് കോസ് ടു തീറ്റ സ്ക്വയർ റൂട്ട് ഓഫ് കോസ് ടു തീറ്റയ്ക്ക് പകരം മൈനസ് 3 ബൈ 5. അപ്പോൾ 1 മൈനസ് മൈനസ് 3 ബൈ 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് മൈനസ് 3 ബൈ 5. 1 പ്ലസ് മൈനസ് 3 ബൈ 5 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3 ബൈ 5. കോസ് ടു വില നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇത് 1 പ്ലസ് 3 ബൈ 5 ആണ്, ഇത് 1 മൈനസ് 3 ബൈ 5. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5 പ്ലസ് ഇവിടെ താഴെ ഒരു 1 ഉണ്ട്, ആ 1 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3. അപ്പം 5 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 5. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യപ്പം ഇത് 5, ഇവിടെ മൈനസ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യപ്പം 3. 5 മൈനസ് 3 ബൈ 5. ഈ 5ഉം 5ഉം വെട്ടിപ്പോകും. 5 പ്ലസ് 3 8 ആണ്, 5 മൈനസ് 3 2 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 8 ബൈ 2. റൂട്ട് ഓഫ് 8 ബൈ 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 ആണ്. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ്. അത് നോക്കി നിങ്ങൾ ബാക്കിയുള്ള പ്രോബ്ലംസും കൂടെ ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ പ്രോബ്ലംസ് അതിനകത്തുണ്ട്. അത് നിങ്ങൾ ഞാൻ ലിങ്ക് നോക്കിയിട്ട് ലിങ്കിൽ കൂടെ കയറിയിട്ട് ആ വീഡിയോ കാണണം. കണ്ട് പിന്നെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഒട്ടുകണവട്ടിലെ അടുത്ത ടോപ്പിക്കാണ് പ്രോഡക്റ്റ് ഫോമുല. 4 ഫോമുലയുണ്ട്. ഈ 4 ഫോമുല നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പോൾ ഇഷ്ടംപോലെ ഫോമുല ഇതുവരെ ആയിട്ടുണ്ട്. ഇനി എൻ്റെ കോൺവേഴ്സും കൂടെ ഉണ്ട്, അതോടെ ഇട്ടുകണവട്ടി കഴിയും. അവിടെയും 4 ഫോമുല കാണാൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഫോമുല ഇതിനകത്തുനിന്ന് കാണാൻ പഠിച്ചാലേ ഇതിനകത്തുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോമുല നോക്കാം. സൈൻ സിയും സൈൻ ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 സൈൻ, ഈ ആംഗിൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. പിന്നെ കോസ്, ഈ ആംഗിൾ തമ്മിൽ ഡിഫറൻസ്, അപ്പോൾ സി മൈനസ് ഡി, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 എന്ന് വരും. അടുത്ത സൈൻ സി മൈനസ് സൈൻ ഡി. സൈൻ സി മൈനസ് സൈൻ ഡിയുടെ ഫോമുല, ഇവിടെ സൈൻ സി പ്ലസ് സൈൻ ഡിയിൽ ആദ്യം സൈൻ വന്നു, പിന്നെ കോസ് വന്നു. ഇവിടെ ആദ്യം കോസ് വരും. അപ്പോൾ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആദ്യമൊക്കെ സി പ്ലസ് ഡി ബൈ 2, രണ്ടാമത് സി മൈനസ് ഡി ബൈ 2. അടുത്ത കോസ് സി പ്ലസ് കോസ് ഡി. കോസും തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കോസ് വരും. ഇവിടെ മറ്റേത് സൈനും സൈനും ആഡ് ചെയ്യുമ്പം കോസും സൈനും കോസും ആയിട്ടാണ് വരുന്നത്. കോസും കൂടെ ആഡ് ചെയ്യുമ്പം രണ്ടും കോസ് വരും. അപ്പോൾ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അത് ഓർത്തിരിക്കണം. അതുപോലെ കോസ് സി മൈനസ് കോസ് ഡി വരും. അപ്പോൾ രണ്ടും സൈനാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ ഒരിടത്തും മൈനസ് ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെ മൈനസ് ഉണ്ട്. കോസ് സി മൈനസ് കോസ് ഡിയിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. ഈ 4 ഫോമുലയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്രോഡക്റ്റ് ഫോമുലയിലെ പ്രോബ്ലംസാണ് ഇനി പഠിക്കാൻ പോകുന്നത്. പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഞാൻ നേരത്തെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ സൈൻ 4a പ്ലസ് സൈൻ 2a, അപ്പോൾ അത് സമ്മാണ്, സം ഓഫ് 2 സൈൻ ഫങ്ഷൻസ് ആണ്. അപ്പോൾ സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് നമുക്കിതിനെ വായിക്കാം. ഇതിനെ കോസ് സി പ്ലസ് കോസ് ഡി എന്നും വായിക്കാം. അപ്പോൾ സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഫോമുല അറിയണം, കോസ് സി പ്ലസ് കോസ് ഡിയുടെ ഫോമുല അറിയണം. എന്നാലേ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് സൈൻ സി പ്ലസ് സൈൻ ഡി ആണ്. അതിൻ്റെ ഫോമുല 2 സൈൻ സി പ്ലസ് ഡി, ഇവിടെ 4a പ്ലസ് 2a, 4a പ്ലസ് 2a ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2, ഇവിടെ 4a മൈനസ് 2a ബൈ 2. അപ്പോൾ ഇത് സി പ്ലസ് ഡി ബൈ 2 ആണ്, ഇത് സി മൈനസ് ഡി ബൈ 2 ആണ്. അടുത്തത് കോസ് സി പ്ലസ് കോസ് ഡി, അതിൻ്റെ ഫോമുല 2 കോസ് സി പ്ലസ് ഡി ബൈ 2
കോസ് സി മൈനസ് ഡി ബൈ ടു. ഇത് സി, ഇത് ഡി, അപ്പോൾ സി പ്ലസ് ഡി ബൈ ടു. ഇത് സി, ഇത് ഡി, സി മൈനസ് ഡി ബൈ ടു. ഇത് രണ്ട് സെയിം ആണ്, അത് വെട്ടിപ്പോവും. ഈ 2ഉം സെയിം ആണ്, വെട്ടിപ്പോവും. ഇത് 4a പ്ലസ് 2a ആണ്, അത് 6a ആണ്. 6a ബൈ 2, അപ്പോൾ 3a എന്ന് വരും. ഇവിടെ 4a പ്ലസ് 2a 6a ബൈ 2 3a, കോസ് 3a. സൈൻ 3a ബൈ കോസ് 3a ടാൻ 3a. വളരെ എളുപ്പമാണ് ആ ഫോർമുല അറിയാമെങ്കിൽ. അടുത്ത പ്രോബ്ലം, സൈൻ എ പ്ലസ് സൈൻ ബി ഡിവൈഡഡ് ബൈ സൈൻ എ മൈനസ് സൈൻ ബി. അപ്പോൾ സിക്കും ഡിക്കും വരെ എയും ബിയും വന്നേക്കുന്നതേ ഉള്ളൂ. അപ്പം മേളിൽ സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഫോർമുല. ആ ഫോർമുല എന്ന് പറയുന്നത് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2, ഇവിടെ എ പ്ലസ് ബി ബൈ 2. 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. സി മൈനസ് ഡി എന്ന് പറയുമ്പോൾ ഇവിടെ എ മൈനസ് ബി. ഡിവൈഡഡ് ബൈ, ഇത് സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 കോസ് സി പ്ലസ് ഡി ബൈ 2. 2 കോസ് സി പ്ലസ് ഡി ബൈ 2 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ബൈ 2. സൈൻ എ മൈനസ് ബി ബൈ 2. അപ്പോൾ 2 സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി 2. അതായത് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഇത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഈ 2 ക്യാൻസൽ ആവും. ഇത് സൈൻ ബൈ കോസ് ടാൻ എന്ന് വരും. ഇത് കോസ് ബൈ സൈൻ കോട്ട്. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത് 2 സ്റ്റെപ്പിൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത പ്രോബ്ലം, കോസ് 3a മൈനസ് കോസ് എ ബൈ സൈൻ എ മൈനസ് സൈൻ 3a ഇസ് ഈക്വൽ ടു ടാൻ 2a എന്ന് പ്രൂവ് ചെയ്യണം. ഇതിപ്പോൾ കോസ് സി മൈനസ് കോസ് ഡി ആണ്. അപ്പോൾ കോസ് സി മൈനസ് കോസ് ഡിയുടെ ഫോർമുല -2 സൈൻ സി പ്ലസ് ഡി ബൈ 2, ഇവിടെ 3a പ്ലസ് എ ബൈ 2 ഇൻറ്റു, വീണ്ടും സൈൻ തന്നെയാണ്, സൈൻ സി മൈനസ് ഡി ബൈ 2, ഇവിടെ വരുമ്പോൾ 3a മൈനസ് എ ബൈ 2. അടുത്ത സൈൻ സി മൈനസ് സൈൻ ഡിയുടെ ഫോർമുലയാണ് 2 കോസ് സി പ്ലസ് ഡി ബൈ 2, 2 കോസ് സി പ്ലസ് ഡി എ പ്ലസ് 3a ബൈ 2 ഇൻറ്റു കോസ് കഴിഞ്ഞാൽ പിന്നെ സൈൻ എന്ന് വരും, സൈൻ സി മൈനസ് ഡി എ മൈനസ് 3a ബൈ 2, സി മൈനസ് ഡി ബൈ 2. അപ്പോൾ ഈ രണ്ട് ഫോർമുല ഓർത്തിരിക്കണം. കോസ് സി മൈനസ് കോസ് ഡിയുടെ ഫോർമുല -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. സൈൻ സി മൈനസ് സൈൻ ഡിയുടെ ഫോർമുല 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. ഇവിടെ ഈ 2ഉം 2ഉം വെട്ടിപ്പോയി. ഇത് 3a പ്ലസ് എ എന്ന് പറഞ്ഞാൽ 4a ആണ്. 4a 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2a, അപ്പോൾ ഇത് സൈൻ 2a. ഇവിടെ 3a മൈനസ് എ എന്ന് പറഞ്ഞാൽ 2a ആണ്. 2a 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എ എന്ന് വരും, അപ്പോൾ ഇവിടെ സൈൻ എ എന്ന് വരും. താഴെ കോസ് എ പ്ലസ് 3a, എ പ്ലസ് 3a 4a ആണ്. 4a ബൈ 2 എന്ന് പറഞ്ഞാൽ 2a, അപ്പോൾ ഇത് കോസ് 2a. ഇവിടെ സൈൻ എ മൈനസ് 3a, എ മൈനസ് 3a എന്ന് പറഞ്ഞാൽ -2a ആണ്. -2a 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് എ, അപ്പോൾ ഇത് സൈൻ മൈനസ് എ. ഇത് സൈൻ 2a ബൈ കോസ് 2a, ടാൻ 2a എന്ന് എഴുതാം. അപ്പോൾ മൈനസ് ടാൻ 2a. സൈൻ എ ഇവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ മൈനസ് എ ഈസ് മൈനസ് സൈൻ എ. ഈ സൈൻ എയും വെട്ടിപ്പോകും. ബാക്കിയുള്ളത് ഈ മൈനസും കൂടെ വെട്ടിപ്പോകും. ബാക്കിയുള്ളത് ടാൻ 2a. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലം, സൈൻ 50 മൈനസ് പ്രൂവ് ദാറ്റ് സൈൻ 50 മൈനസ് സൈൻ 70 പ്ലസ് കോസ് 80 ഈസ് ഈക്വൽ ടു 0. ഇത് സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. സൈൻ സി മൈനസ് സൈൻ ഡിയെ നമുക്ക് 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2 എന്നെഴുതാം. അപ്പോൾ ഇവിടെ 50 പ്ലസ് 70 ബൈ 2, ഇവിടെ 50 മൈനസ് 70 ബൈ 2. ഇത് കോസ്, ഇത് സൈൻ. കോസ് 80 അതേപോലെ എഴുതി. ഈ 50 പ്ലസ് 70 എന്ന് പറഞ്ഞാൽ 120 ആണ്. 120യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60 എന്ന് കിട്ടും. അപ്പോൾ 2 കോസ് 60 എന്ന് കിട്ടും. ഇത് 50 മൈനസ് 70 ആണ്. 50 മൈനസ് 70 എന്ന് പറഞ്ഞാൽ -20 ആണ്. -20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -10 പ്ലസ് ഈ കോസ് 80യെ നമുക്ക് കോസ് 90 മൈനസ് 10 എന്ന് എഴുതാം. 90 മൈനസ് 10 ഈസ് 80. ഇവിടെ കോസ് 60 ആണ്. കോസ് 60യുടെ വാല്യൂ 1/2. ഈ സൈൻ മൈനസ് തീറ്റയെ നമുക്ക് മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ സൈൻ -10 ഈസ് സെയിം ആസ് മൈനസ് സൈൻ 10 പ്ലസ്
കോസ് 90 മൈനസ് തീറ്റ, ഇത് നമ്മൾ റിഡക്ഷൻ ഫോമിലെ പഠിച്ചതാണ്. കോസ് 90 മൈനസ് തീറ്റ ഈ സൈൻ തീറ്റ, അപ്പോൾ സൈൻ 10 എന്ന് വരും. ഈ 2 2 ക്യാൻസൽ ആയി പോകും. മൈനസ് സൈൻ 10 പ്ലസ് സൈൻ 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്, നിങ്ങൾ ചെയ്ത് പഠിക്കുക. അടുത്ത പ്രോബ്ലം, കോസ് 55 പ്ലസ് കോസ് 65 പ്ലസ് കോസ് 175 ഈസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് കോസ് സി, ഇത് കോസ് ഡി. കോസ് സി പ്ലസ് കോസ് ഡി, അതിൻ്റെ ഫോർമുല കൊടുക്കണം. 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 പ്ലസ് കോസ് 175. 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ഇതെന്താ? 55 പ്ലസ് 65 120 ആണ്. 120 ബൈ 2 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 2 കോസ് 60 ഇൻറ്റു 55 മൈനസ് 65 എന്ന് പറഞ്ഞാൽ മൈനസ് 10 ആണ്. മൈനസ് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -5. അപ്പോൾ 2 കോസ് 60 ഇൻറ്റു കോസ് -5 എന്ന് വരും. പ്ലസ് ഈ 175ക്ക് പകരം 180 മൈനസ് 5 എന്ന് എഴുതാം. കോസ് 60 1/2, അപ്പോൾ 2 ഇൻറ്റു 1/2. കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്, അപ്പോൾ കോസ് 5. ഇത് കോസ് 180 മൈനസ് തീറ്റ, റിഡക്ഷൻ ഫോമിലാണ്. കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ, അപ്പോൾ ഇവിടെ മൈനസ് കോസ് 5. ഈ 2 2 വെട്ടിപ്പോവും. കോസ് 5 മൈനസ് കോസ് 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. അടുത്ത പ്രോബ്ലം ആണ് കോസ് പൈ ബൈ 8 പ്ലസ് കോസ് 3π ബൈ 8 പ്ലസ് കോസ് 5π ബൈ 8 പ്ലസ് കോസ് 7π ബൈ 8. നമുക്ക് കോസ് സി പ്ലസ് കോസ് ഡി എന്നുള്ള ഫോമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതിപ്പം ഈ രണ്ടെണ്ണം വെച്ചെടുക്കണം. അത് ഞാൻ കോസ് 7π ബൈ 8ഉം 7π ബൈ 8ഉം കോസ് പൈ ബൈ 8ഉം ഒരുമിച്ചെടുത്തു. പിന്നെ കോസ് 5π ബൈ 8ഉം കോസ് 3π ബൈ 8ഉം ഒരുമിച്ചെടുത്തു. ഇത് കോസ് സി പ്ലസ് കോസ് ഡി ആണ്. അപ്പോൾ എന്ത് വരും? 2 കോസ് സി പ്ലസ് ഡി ബൈ 2. ഇതാണ് സി, ഇതാണ് ഡി. അപ്പോൾ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 7π ബൈ 8 മൈനസ് 5 ബൈ 8 ബൈ 2 പ്ലസ് ഇവിടെയും കോസ് സി പ്ലസ് കോസ് ഡി 2 കോസ് സി പ്ലസ് ഡി 5π ബൈ 8 പ്ലസ് 3π ബൈ 8, അതാണ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 5π ബൈ 8 മൈനസ് 3π ബൈ 8 ബൈ 2. ഇതിൻ്റെ വില നോക്കണം. ഇതെന്ന് പറഞ്ഞാൽ 7πയും പൈയും കൂടെ ആഡ് ചെയ്താൽ 8π. 7π പ്ലസ് പൈ 8π. 8π ബൈ 8 എന്ന് വരും. 8 8ഉം വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? പൈ. അപ്പോൾ ഈ മേളിൽ പൈ എന്ന് വരും, താഴെ 2. അപ്പം പൈ ബൈ 2 എന്നാണ് വരുന്നത്. ഇത്രയും വാല്യൂ പൈ ആണ്. അപ്പം പൈ ബൈ 2 എന്ന് വരും. പൈ ബൈ 2 എന്ന് പറയുന്നത് 90. 2 കോസ് 90 എന്ന് വരും. ഇവിടെ കോസ് 90 0 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോൾ. ഇവിടെ നോക്കിയേ, 5π പ്ലസ് 3π 8π ആണ്. 8π ബൈ 8 എന്ന് പറഞ്ഞാൽ പൈ ആണ്. പൈ മേളിൽ പൈ എന്ന് വരും, താഴെ 2 പൈ ബൈ 2. അപ്പോൾ ഇവിടെയും 2 കോസ് 90 വരും. അത് കോസ് 90 0 ആണ്. അപ്പോൾ ഇതും 0 ആണ്, ഇതും 0 ആണ്. അങ്ങനെ ഇത് മൊത്തത്തിൽ 0 ആയിപ്പോൾ. ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ പ്രോഡക്റ്റ് ഫോമിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇനിയും പ്രോബ്ലംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാനിടും. ആ ലിങ്കിൽ കൂടെ കയറി നോക്കിയാൽ മതി. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അടുത്തത് 4 ഫോമുല എഴുതിയിട്ടുണ്ട്. ഇതിനെ കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോമുല എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോമുല വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട് 7 മാർക്കിൻ്റെ. അത് ഈ ഫോമുല ഉപയോഗിച്ചും ചെയ്യാം. ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഫോമുലയുണ്ട്. ഷോർട്ട് കട്ട് ഫോമുല ഉപയോഗിച്ചും ചെയ്യാം. ഈ ഫോമുല ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രോബ്ലം ചെയ്ത് ആൻസറിലെത്താൻ. ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഷോർട്ട് കട്ടും കൂടെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രോബ്ലം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2 സൈൻ എ കോസ് ബി എന്ന് വന്നാൽ അതിൻ്റെ ആൻസർ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. 2 കോസ് എ സൈൻ ബി ആണെങ്കിൽ ആൻസർ സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി എന്ന് വരും. അടുത്തത് 2 കോസ് എ കോസ് ബി, രണ്ടും കോസ് വരുമ്പോൾ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി എന്ന് വരും. അടുത്ത 2 സൈൻ എ സൈൻ ബി എന്നുള്ളത് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. അപ്പോൾ ഈ 4 ഫോമുലയും ഓർത്തിരിക്കണം. അതിന് പുറമെ 2 ഷോർട്ട് കട്ട് ഫോമുലയും കൂടെ ഞാൻ പഠിപ്പിക്കും. ഷോർട്ട് കട്ട് ഫോമുല വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. എളുപ്പമാണ്. ഇത് കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോമുലയുടെ ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൈൻ എക്സ് സൈൻ 60 മൈനസ് എക്സ് സൈൻ 60 പ്ലസ് എക്സ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ് 1/4 സൈൻ 3x. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൈൻ എക്സ്, ഇത് സൈൻ 60 മൈനസ് എക്സ്, ഇത് സൈൻ 60 പ്ലസ് എക്സ്. ആൻസർ 1/4 സൈൻ 3x. ഇവിടെ എല്ലാം കോസ് വരികയാണെങ്കിൽ ആൻസർ 1/4 കോസ് 3x. ഇപ്പോൾ ഈ 2 ഫോമുല ഓർത്തിരുന്നാൽ 7 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം 7 മാർക്കിൻ്റെ ഇതിന് കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോമിലുള്ള 7 പ്രോബ്ലം 7 മാർക്കിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ
ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും, തെറ്റത്തതുമില്ല. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് sin 10, sin 50, sin 70. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. sin 10, sin 50, sin 70യുടെ വാല്യൂ. ഇവിടെ sin 10, sin 50, sin 70. അപ്പോൾ ഇതെല്ലാം സൈനാണ്, മൂന്നും സൈനാണ്. അപ്പോൾ ഈ ഫോമുലയായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 10ന് വരെ ഞാൻ എക്സ് എന്ന് കൊടുക്കും. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10. ഇതിന് നമുക്ക് sin 10, sin 60 minus 10, sin 60 plus 10 എന്ന് എഴുതാം. അപ്പോൾ എന്തായി മാറിയത്? ഇത് 60 മൈനസ് 10. അപ്പോൾ ഇത് സൈൻ എക്സ്, 10 എന്ന എക്സ് ആണ്. സൈൻ 60 മൈനസ് എക്സ്, സൈൻ 60 പ്ലസ് എക്സ് എന്നായി 20. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/4 സൈൻ 3x. 1/4 സൈൻ 3x ഈക്വൽ ടു 1/4 സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 3x എന്ന് ചെയ്യുമ്പോൾ 30 ആണ്. 1/4 ഇൻറ്റു 1/2 1/8 എന്നൊരു ആൻസർ. അപ്പോൾ ഷോ ദാറ്റ് സൈൻ 10, സൈൻ 50, സൈൻ 70 ഈസ് ഈക്വൽ ടു 1/8. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലമാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പ്രോബ്ലം ചെയ്യുക. അടുത്ത പ്രോബ്ലം ഇവാലുവേറ്റ് cos 20, cos 40, cos 80. ഇതിന് നമുക്ക് cos 20, cos 60 minus 20 ഇൻറ്റു cos 60 പ്ലസ് 20 എന്ന് എഴുതാം. എന്നിട്ട് ഈ 20ക്ക് ഒരു എക്സ് കൊടുത്തു കഴിഞ്ഞാൽ cos x, cos 60 minus x, cos 60 plus x എന്ന് വരും. അതിൻ്റെ ആൻസർ 1/4 cos 3x. 1/4 cos 3x എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 20 ആണ്. അപ്പോൾ cos 60 1/2. 1/4 ഇൻറ്റു 1/2 1/8 ആൻസർ. The answer 1/8. വളരെ സിമ്പിളാണത്. അടുത്ത പ്രോബ്ലം പ്രൂവ് ദാറ്റ് സൈൻ 20, സൈൻ 40, സൈൻ 60, സൈൻ 80. നമുക്കറിയാവുന്ന സൈൻ എക്സ്, സൈൻ 60 മൈനസ് എക്സ്, സൈൻ 60 പ്ലസ് എക്സ്. 3 വരുന്നേ നമുക്കറിയത്തുള്ളൂ, 4 വരുന്നത് നമുക്കറിയത്തില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണെന്നറിയാം. അപ്പോൾ സൈൻ 60യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3 സൈൻ ടേംസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ 60ക്ക് പകരം √3/2 എന്ന് കൊടുത്തു, അത് ആദ്യം എഴുതി. പിന്നെ ഉള്ളത് സൈൻ 20, സൈൻ 40 നമുക്ക് സൈൻ 60 മൈനസ് 20 എന്ന് എഴുതാം. സൈൻ 80 നമുക്ക് സൈൻ 60 പ്ലസ് 20 എന്ന് എഴുതാം. അപ്പോൾ ഇത് സൈൻ എക്സ് ആണ്, ഇത് സൈൻ 60 മൈനസ് എക്സ് ആണ്, ഇത് സൈൻ 60 പ്ലസ് എക്സ് ആണ്. അപ്പോൾ √3/2 ഇൻറ്റു ഇതിന് ഫോമുലയുണ്ട് 1/4 സൈൻ 3x. എക്സിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 20 ഡിഗ്രിയാണ്. ഇത് √3/2 ഇൻറ്റു 1/4 √3/8 ഇൻറ്റു സൈൻ എക്സിന് 20 കൊടുത്താൽ 60 എന്ന് കിട്ടും. സൈൻ 60 √3/2 ആണ്. √3/8 ഇൻറ്റു √3/2 അപ്പോൾ 3/60 ആൻസർ. ഇത്രയും ചെയ്യാനുള്ളൂ. ഇത് 7 മാർക്ക് കിട്ടുന്നതൊക്കെ. അടുത്ത പ്രോബ്ലം പ്രൂവ് ദാറ്റ് cos 20 ഇൻറ്റു cos 40 ഇൻറ്റു cos 60 ഇൻറ്റു cos 80. അപ്പോൾ 4 കോസ് ടൈം വരിക. ഇതിൽ cos 20യുടെ വില നമുക്ക് അറിയത്തില്ല, cos 40യുടെ അറിയത്തില്ല, cos 60യുടെ വില അറിയാം നമുക്ക്. സ്റ്റാൻഡേർഡ് ആംഗിളാണ് 1/2. അപ്പോൾ 1/2 നമുക്ക് ആദ്യം എഴുതാം. ഈ cos 60 ആദ്യം എഴുതാം. 1/2 എന്ന് എഴുതാം ഈ cos 60ക്ക് പകരം. പിന്നെ cos 20, cos 40ക്ക് പകരം cos 60 മൈനസ് 20 ഇൻറ്റു cos 60 പ്ലസ് 20. അപ്പോൾ cos x, cos 60 മൈനസ് എക്സ്, cos 60 പ്ലസ് എക്സ് എന്നായി. 1/2 ഇൻറ്റു 1/4 cos 3x ആൻസർ. ഇതാണ് x. 60 മൈനസ് 20, 60 മൈനസ് എക്സ് ആണ്. 1/8 ഇൻറ്റു cos 3 ഇൻറ്റു 20. 1/8 ഇൻറ്റു cos 60 എന്ന് വരും.
cos 60 1/2 ആണ്. 1/8 ഇൻറ്റു 1/2 1/16 ഇസ് ദി ആൻസർ. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പോകും. 4 എണ്ണം ഉണ്ട്, 4 പ്രോബ്ലമാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കിട്ടും. നിങ്ങൾക്ക് 7 മാർക്ക് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. വളരെ എളുപ്പമാണ്.